നമ്മുടെ നീതിയും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. അവസാന നാളുകളിൽ നമ്മുടെ കർത്താവായ യേശു നമ്മെ നമ്മുടെ സകല ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നാം അനുഭവിക്കണമെന്നും ആഗ്രഹിച്ചിട്ട് ഈ അവസാന നാളുകളിൽ നാം വിടുവിക്കപ്പെടേണ്ടുന്ന, നാം കുരുങ്ങിപ്പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന പല മേഖലകളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹീതമായ ഈ വിടുതലിൻ്റെ ശുശ്രൂഷകളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ടാമത്തെ ശനിയാഴ്ചയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ രണ്ടാം ശനിയാഴ്ചയിലെ ആ അത്ഭുതകരമായ വിടുതൽ ശുശ്രൂഷയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാതെ വയ്യ. കടന്നു വന്ന സകല മനുഷ്യർക്കും അസാധാരണമായ വിടുതലും സ്വാതന്ത്ര്യവും സൗഖ്യവും സംഭവിച്ച ഒരു അത്ഭുതകരമായ ശുശ്രൂഷയായിരുന്നു അത്. എന്നാൽ എൻ്റെ ഒരു വ്യക്തിപരമായ താല്പര്യം നമ്മുടെ ശുശ്രൂഷകളിൽ സംഭവിക്കുന്ന സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അത്ഭുതങ്ങളോ വിടുതലുകളോ എടുത്ത് കച്ചവടം ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക എനിക്ക് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ടാണ് സാക്ഷ്യങ്ങളൊന്നും നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കാത്തത്. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അനേകരുടെ രോഗങ്ങൾ സൗഖ്യമായി, അലർജികൾ മാറിപ്പോയി. അനേകരുടെ അകത്ത് നിന്ന് വായ തുറന്ന് നിലവിളിച്ചുകൊണ്ട് ദുരാത്മാക്കൾ പുറത്തേക്ക് ചാടിപ്പോകുന്നത് ഞങ്ങൾ സാക്ഷികളായി നോക്കി നിന്നു. അനേകരുടെ മൈഗ്രെയിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു, അനേക വിടുതലുകൾ സംഭവിച്ചു, അനേകരുടെ സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു, അനേകരുടെ ജനറേഷണൽ കേഴ്സുകൾ അഴിയപ്പെടാൻ ആ ശുശ്രൂഷ മുഖാന്തരമായി മാറി. പെൻഡിങ് ആയി കിടന്ന ജോലി കിട്ടിയതുണ്ട്, പെൻഡിങ് ആയി കിടന്ന സമ്പത്തിൻ്റെ വഴി തുറന്നതുണ്ട്, വസ്തു വിറ്റുപോയതുണ്ട്. അങ്ങനെ നൂറുകണക്കിന് സാക്ഷ്യങ്ങളാണ് കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ചയിലെ ആ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മിലൂടെ ചെയ്തത്. സകല മഹത്വവും പുകഴ്ചയും നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന കർത്താവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ വരുന്ന അതായത് മെയ് മാസം 10-ാം തീയതിയും നമ്മുടെ ഒരു വിടുതൽ ശുശ്രൂഷ, പ്രത്യേകതരമായ വിടുതൽ ശുശ്രൂഷ തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ ഞങ്ങൾ ക്രിസ്തുയേശുവിൽ ആശിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം കഴിഞ്ഞ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത ധാരാളം പേർ നിരാശയോടെ അയ്യോ ഞങ്ങൾക്കും അത് ആവശ്യമുണ്ട്, ഞങ്ങൾക്കും ആ പഠനം ആവശ്യമുണ്ട്, ഞങ്ങൾക്കും ആ ശുശ്രൂഷ ആവശ്യമുണ്ടെന്ന് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളോട് അത് അറിയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഈ മാസം കൂടെ ആ വിടുതൽ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പകുതിയോളം സീറ്റുകൾ ഇപ്പോൾ തന്നെ ഏകദേശം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പരിമിതമായ സീറ്റുകൾ മാത്രമേ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. അങ്ങനെ ഈ വിടുതൽ ശുശ്രൂഷയിലേക്ക് കയറി വരാൻ അല്ലെങ്കിൽ ആ ശുശ്രൂഷ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾക്കായി ബന്ധപ്പെടുക. ദയവായി വിളിക്കരുത്, നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. ആ വാട്സപ്പ് മെസ്സേജുകൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതിൻ്റെ പ്രോപ്പർ ചാനൽ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വെച്ചാണ് ആ ശുശ്രൂഷകൾ നടക്കുന്നതെന്ന ലൊക്കേഷൻ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുകയും നിങ്ങൾ തക്ക സമയത്ത് രണ്ടാം ശനിയാഴ്ചയിൽ എത്തിച്ചേരുകയും ചെയ്യുക. അസാധാരണമായ ഒരു വിടുതൽ നിങ്ങളുടെ മേലും കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ മുൻപായി പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വരാൻ മനസ്സ് കാണിക്കുന്ന മിനിറ്റ് മുതൽ, നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വരണമല്ലോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന മിനിറ്റ് മുതൽ നിങ്ങളെ ആ ശുശ്രൂഷയിൽ നിന്ന് അല്ലെങ്കിൽ ആ രണ്ടാം ശനിയാഴ്ചയിലെ മീറ്റിങ്ങിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, നിങ്ങൾക്ക് വരാനുള്ള സാഹചര്യങ്ങൾ അനുവദിച്ചു തരാതെ പിശാച് പ്രവർത്തിക്കും. കാരണം അവൻ അറിയാം നിങ്ങൾ കർത്താവിൻ്റെ ദിവ്യശക്തി വഹിക്കുന്നവരുടെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ വിടുതലിൻ്റെ ശുശ്രൂഷകരുടെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിടുവിക്കപ്പെടും. നിങ്ങളുടെ അകത്ത് പിന്നെ ഭൂതങ്ങൾക്കോ ദുരാത്മാക്കൾക്കോ ബന്ധനങ്ങൾക്കോ ശാപങ്ങൾക്കോ ഇരിക്കാൻ കഴിയില്ല എന്ന് അവന് നല്ല ധാരണയുള്ളതുകൊണ്ട് ഈ ശുശ്രൂഷകളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഏതു വിധേനയും നിങ്ങളുടെ സമ്പത്തിനെയും ആരോഗ്യത്തെയും സാഹചര്യങ്ങളവും നിങ്ങളുടെ സമയത്തെ ഒക്കെ അവൻ ബന്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി കരുതുക. എന്നാൽ നിങ്ങൾ അവയൊക്കെ അവഗണിച്ച് ആ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് കയറി വരാൻ കഴിഞ്ഞാൽ ഞാൻ ആമേൻ ആമേൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇതൊരു വലിയ വഴിത്തിരിവിന് കാരണമായി മാറും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസാധാരണമായ വിടുതലിന് കാരണമായി മാറും. അതുകൊണ്ട് ആ ശുശ്രൂഷയിലേക്ക് കരുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, പങ്കെടുക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ദിവസമായി ആ ദിവസം മാറട്ടെ. ഒരുമിച്ച് നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് കാണാം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മൾ ഒരുമിച്ച് പൈശാചികമായ മറ്റൊരു മേഖലയെ കാണാൻ പോവുകയാണ്.
മനുഷ്യ ശരീരങ്ങളെ ഇത്രയധികം പീഡിപ്പിക്കുന്ന, മനുഷ്യൻ്റെ മനസ്സിനെ ഇത്രയധികം അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റൊരു പൈശാചികമായ പ്രവർത്തന രീതി ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന അളവിൽ ഭീകരമായ, എന്നാൽ നമ്മിൽ പലരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തതും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതീവ ഗൗരവമായി കൈകാര്യം ചെയ്തിട്ടില്ലാത്തതുമായ ഒരു മേഖലയാണ് ഭയം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ആ നാഴിക മുതൽ, നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയ ആ നാൾ മുതൽ, നിങ്ങളുടെ മനുഷ്യാത്മാവ് വീണ്ടും ജനനത്തിലൂടെ ദൈവരാജ്യത്തിലേക്കും ദൈവത്തിൻ്റെ വകയുമായി മാറിയ ആ നാഴിക മുതൽ നിങ്ങളോട് പിശാചിന് വലിയ പകയുണ്ട്, നിങ്ങളോട് പിശാചിന് വലിയ വിദ്വേഷമുണ്ട്, നിങ്ങളോട് പിശാചിന് വലിയ എതിർപ്പുണ്ട്. അവൻ ഒരിക്കലും നിങ്ങളെ ഇഷ്ടമല്ല. കാരണം അവൻ്റെ രാജ്യത്തിൽ നിന്നും അവൻ്റെ അടിമത്വത്തിൽ നിന്നും അവൻ്റെ ബന്ധനങ്ങളിൽ നിന്നുമൊക്കെയാണ്, അവൻ്റെ മരണത്തിൽ നിന്നും അവൻ ഒരുക്കി വെച്ചിരുന്ന നരകത്തിൽ നിന്നുമൊക്കെയാണല്ലോ നിങ്ങൾ ഇപ്പോൾ കർത്താവിൻ്റെ കരുണയാൽ ദയയാൽ ദൈവരാജ്യത്തിലേക്ക് കയറിയത്. അതുകൊണ്ട് നിങ്ങളോട് അവന് വലിയ ദേഷ്യമുണ്ട് എന്ന് നന്നായി അറിയുക. അത് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം നേടിയതുകൊണ്ടോ, നന്നായി ജീവിക്കുന്നത് കൊണ്ടോ, നല്ല കുടുംബജീവിതം ഉള്ളത് കൊണ്ടോ, നിങ്ങൾ നല്ല മനുഷ്യനായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ യേശുവിനെ കണ്ടെത്തി നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായി മാറിയതുകൊണ്ടാണ് പിശാചിന് ഇത്രയധികം നിങ്ങളോട് ദേഷ്യവും വിദ്വേഷവും ഉള്ളത് എന്ന് അറിയുക. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിലായി എങ്കിലും അവൻ നിങ്ങളെ ഇപ്പോഴും നിയന്ത്രിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. അവൻ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ബന്ധിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ ഒരു നാളിൽ ഇരുട്ടിൻ്റെ രാജ്യത്തിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നന്മയും അനുഭവിക്കുവാൻ അവൻ അനുവാദം തന്നിരുന്നില്ല. നിങ്ങൾ ഒരു നാൾ പിശാചിന്റെ അടിമത്വത്തിലായിരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കുവാൻ അവൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുരോഗതി കിട്ടും എന്ന് വിശ്വസിച്ചിട്ട്, അല്ലെങ്കിൽ നന്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട്, ഇല്ലെങ്കിൽ രോഗസൗഖ്യം സംഭവിക്കുമെന്ന് വിശ്വസിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എവിടേക്കോ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിട്ടാണ് സത്യമായ യാഥാർത്ഥ്യമായ യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ദൈവരാജ്യത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ ദൈവരാജ്യത്തിൽ വന്നതിന് ശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള വാഗ്ദത്തങ്ങളൊക്കെ തലയ്ക്ക് മുകളിൽ കിടപ്പുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഉയർച്ച ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ഉയർത്തിക്കൊള്ളാമെന്ന് ദൈവം നിങ്ങളുടെ മേൽ പറഞ്ഞിരിക്കുന്ന പ്രോമിസുകളും വാഗ്ദത്തങ്ങളും ഒക്കെ ധാരാളം ഉണ്ടെങ്കിലും നിങ്ങൾ ഇന്നുവരെ ആ വാഗ്ദത്തങ്ങളിലേക്കോ പ്രോമിസുകളിലേക്കോ എത്തിയിട്ടില്ല. കാരണം ഇപ്പോഴും നിങ്ങളെ നിയന്ത്രിക്കുന്ന ശാപങ്ങളും ബന്ധനങ്ങളും അടിമ നുകങ്ങളും നിങ്ങളുടെ മേൽ പിശാച് വെച്ചിരിക്കുന്നു എന്ന് നാം ഒരുമിച്ച് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ ഒരുമിച്ച് അത് വിശദീകരിച്ച് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ മനുഷ്യരെ നിയന്ത്രിക്കുകയും മനുഷ്യരെ ബന്ധിക്കുകയും ചെയ്യുന്ന പിശാചിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആയുധവും തന്ത്രവുമാണ് ഭയം എന്ന് പറയുന്നത്. ഭയത്തിലൂടെ അവൻ നമ്മൾ അറിയാതെ തന്നെ നമ്മെ നിയന്ത്രിക്കുകയും നമ്മെ അവൻ്റെ അടിമകളാക്കി വെക്കുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങൾ ഒരുപക്ഷെ പാപം ചെയ്യുന്നില്ലായിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ ഇരുട്ടിൻ്റെ ശക്തികളുമായി തുറന്ന ചില സമ്പർക്കങ്ങളിൽ ഏർപ്പെടുന്നില്ലായിരിക്കാം, ഇരുട്ടിൻ്റെ ഭൂതങ്ങളുമായി നിങ്ങൾ വിഗ്രഹാരാധന കഴിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന പല മേഖലകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാം സ്വതവേ ചിന്തിക്കുന്നത്, ഞാൻ വിഗ്രഹമാലിന്യങ്ങളായ കൈവിഷം കഴിക്കുന്നില്ല, ഞാൻ വിഗ്രഹ ആരാധനയായ മന്ത്രവാദമോ ആഭിചാരങ്ങളോ ചെയ്യുന്നില്ല, ഞാൻ നുണ പറയുന്നില്ല, പാപം ചെയ്യുന്നില്ല, മറ്റ് അധർമ്മങ്ങളിലോ അശുദ്ധികളിലോ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് പിശാച് എന്നെ സ്വാധീനിക്കുന്നില്ല, പിശാചിൻ്റെ ബന്ധനങ്ങളും പിശാചിൻ്റെ നുകങ്ങളും എൻ്റെ മേൽ വരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദ്യമുണ്ട്. നിങ്ങൾ ആയുസ്സിൽ ഇതുവരെ പേടിച്ചിട്ടില്ലേ? അതിനുത്തരം പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പേടിച്ചിട്ടുണ്ട്. രാത്രി പേടിച്ചിട്ടില്ലേ? പേടിച്ചിട്ടുണ്ട്. എവിടെയോ ഒറ്റയ്ക്കായപ്പോൾ ഭയം നിങ്ങൾ ഭയപ്പെട്ടിട്ടില്ലേ? ഭയം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ലേ? പ്രവേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോഴും പേടി തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഭയക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലില്ലേ? ഉണ്ട്. അങ്ങനാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കൈവിഷം പോലെ, ആഭിചാരം പോലെ, മന്ത്രവാദം പോലെ, നിങ്ങളുടെ പാപങ്ങളാൽ നമ്മൾ നമ്മുടെ മേൽ വരുത്തി വെച്ചിരിക്കുന്ന ശാപങ്ങൾ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അളവ് കൂടുതൽ ശക്തി
നഷ്ടമായ ഒന്നാണ് നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിൽ പിശാചി ആക്കി വെച്ചിരിക്കുന്ന, കോട്ട കെട്ടിയിരിക്കുന്ന, ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന ഭയം എന്ന ദുരാത്മാവ് എന്ന സത്യം ഇന്ന് ഈ സന്ദേശത്തിലൂടെ ദൈവസഭയും ദൈവമക്കളും തിരിച്ചറിയാം. നിങ്ങളുടെ അകത്ത് ഭയമുണ്ടെങ്കിൽ ഈ ഭയത്തിലൂടെ പിശാച് നിങ്ങളെ നിയന്ത്രിക്കുകയും നിങ്ങളെ അടിമകളാക്കി വെക്കുകയും അവൻ്റെ ഇഷ്ടം പോലെ നിങ്ങളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭയത്തിൽ നിന്നുള്ളൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ ദൈവ മക്കൾക്ക് അനിവാര്യമാണ്. അത് 100% ഉറപ്പായ കാര്യമാണ്. നിങ്ങളുടെ ഭയത്തിൽ നിന്നുള്ളൊരു വിടുതൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് കരുതിയാൽ, ഭയത്തിലൂടെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പിശാചിന് നിയന്ത്രിക്കാൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഭയത്തിലൂടെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പിശാചിന് നിയന്ത്രിക്കാൻ കഴിയും. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾക്ക് കാല് വയ്ക്കാൻ ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ പിശാചിനെ നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ കരിയറിലൊക്കെ ഒരു ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഉറപ്പായും ധൈര്യത്തോടുകൂടി ഏറ്റെടുക്കേണ്ട ചില തീരുമാനങ്ങൾ വരാറുണ്ട്. ധൈര്യത്തോടുകൂടി സ്റ്റെപ്പ് വെക്കേണ്ട ചില നിർണായകമായ സാഹചര്യങ്ങൾ മുമ്പിൽ വരാറുണ്ട്. അങ്ങനെ നിർണായകമായ സാഹചര്യങ്ങളിൽ ധൈര്യത്തോടെ ചുവടെടുത്ത് വയ്ക്കുവാൻ, അല്ലെങ്കിൽ ധൈര്യത്തോടെ അത് പറയാൻ, ധൈര്യത്തോടെ അത് ചെയ്യാൻ, ധൈര്യത്തോടെ ആ കാര്യത്തിനകത്ത് ഇൻവോൾവ് ആകുവാൻ, ധൈര്യപൂർവ്വം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നും നിങ്ങളെ ഭയത്തിലേക്ക് വലിച്ചു മുറുക്കുന്ന ഒരു വലിയ ദുരാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കയറി ഇരുന്നു കൊണ്ട് എവിടെയൊക്കെയോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു, സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നു. തൽഫലമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന പല ഉത്തരവാദിത്വങ്ങളിൽ നിന്നും പല നിർണായകമായ നന്മകളിലേക്കും നിങ്ങൾക്ക് കാലുവയ്ക്കാൻ കഴിയാതെ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ്. ഇങ്ങനെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിലൂടെ നിങ്ങളുടെ വളർച്ചകളില്ലാതെ ആകുകയാണ്. ഇങ്ങനെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരുവാനോ ഉയരുവാനോ കഴിയുന്നില്ല. ഒരു ഉദാഹരണ സഹിതം ഞാൻ ഈ പറഞ്ഞ ആശയത്തെ ഒന്ന് തെളിയിക്കാം. നിങ്ങൾക്ക് പഠിക്കുവാൻ വളരെ മിടുക്കാണ്. എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടെങ്കിലും, നല്ല ഡിഗ്രി ഉണ്ടെങ്കിലും, നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും 10 പേർ കൂടി നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും ഒരു കമ്പനിയുടെ പ്രതിനിധികളെ പറഞ്ഞ് ധരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഭയമാണ്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക, യൗവനക്കാരനെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് എന്താണ്? ഭയമാണ്. നിങ്ങൾക്ക് നന്നായി പാടാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ല കീബോർഡ് വായിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് അപാരമായ സംഗീത ജ്ഞാനമുണ്ട്. പക്ഷേ 100 പേർ കൂടി നിൽക്കുന്ന ഒരു വേദിയിൽ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടുവാൻ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങളുടെ ഉള്ളിൽ വലിയ റെവലേഷൻസ് ഉണ്ട്. ആരോടും പറഞ്ഞിട്ടില്ലാത്ത ദൈവിക രഹസ്യങ്ങൾ ദൈവം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ റെവലേഷൻസ് കിടപ്പുണ്ട്. പക്ഷേ 100 പേർ കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് അത് പറയുവാൻ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, എന്ത് ബിസിനസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നിങ്ങൾക്ക് ഏത് ബിസിനസ് ചെയ്യാതായി ഉയർച്ചയും പുരോഗതിയും വേഗത്തിൽ കൈവരിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നല്ല നിശ്ചയമുണ്ട്. പക്ഷേ ആ പണം എടുത്തൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ, ഒരു കടമുറി കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു പുതിയ സംരംഭം തുടങ്ങാൻ നിങ്ങൾക്ക് ഭയമാണ്. ഇങ്ങനെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഭയം നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ആ നല്ല ഇൻ്റർവ്യൂവിൽ നന്നായി നിങ്ങളെ പ്രസന്റ് ചെയ്താൽ കിട്ടേണ്ടിയിരിക്കുന്ന നല്ല ജോലി എന്ന് പറയുന്ന വളർച്ച നിങ്ങൾക്ക് നഷ്ടമായേ. ആ വേദിയിൽ കയറി പാട്ടുപാടിയാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാനിരിക്കുന്ന 100 കണക്കിന് വേദികളും അവസരങ്ങളും നിങ്ങളുടെ ഭയം കാരണം ഇപ്പോൾ അടഞ്ഞുപോയേ. നിങ്ങളുടെ ഒരൊറ്റ പ്രസംഗത്തിൽ നിന്ന് മനോഹരമായ വെളിപ്പാടുള്ള മനുഷ്യനാണല്ലോ എന്ന് കരുതി നിങ്ങളെ വിദേശത്തേക്ക് വിളിച്ച് ക്ഷണിച്ച് പ്രസംഗിപ്പിക്കാനിരിക്കുന്ന ആ പ്രസംഗത്തിൻ്റെ വേദിയും അതിലൂടെ ഉണ്ടാകുന്ന നന്മയും ഉയർച്ചയും പ്രശസ്തിയും നിങ്ങളുടെ ഭയം കാരണം നിങ്ങളിൽ നഷ്ടമായേ. നിങ്ങൾക്ക് മുൻപോട്ട് കാല് വെച്ചൊരു തീരുമാനമെടുത്തൊരു കടമുറി വാടകയ്ക്കെടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ധൈര്യക്കുറവ് കാരണം നിങ്ങൾക്ക് വരേണ്ടുന്ന സാമ്പത്തിക വളർച്ച, നിങ്ങളുടെ മേൽ സംഭവിക്കേണ്ടിയിരിക്കുന്ന ഉയർച്ചകളൊക്കെ തടയപ്പെട്ടില്ല. ഇങ്ങനെയാണ് ഭയം പ്രവർത്തിക്കുന്നത്. ഭയം പ്രവർത്തിക്കുന്ന ഇരുട്ടിൽ വന്ന് നിങ്ങളെ പേടിപ്പിച്ചിട്ട് മാത്രമല്ല, ഭയം പ്രവർത്തിക്കുന്നത് ഉറക്കത്തിൽ നിങ്ങളെ വന്ന് പല്ലിളിച്ച് കാണിച്ച് ഭയപ്പെടുത്തി മാത്രമല്ല, ഭയം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഖനിക്കുക, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുക, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുക. അങ്ങനെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അടിമത്വത്തെ കൊണ്ടുവച്ചിട്ട് നിങ്ങളുടെ വളർച്ചകളെയും ഉയർച്ചകളെയും കൺട്രോൾ ചെയ്യുക എന്നതാണ് ഭയത്തിൻ്റെ ദുരാത്മാവിൻ്റെ ഒരു പ്രധാന പ്രവർത്തന തത്വമെന്ന് ഇപ്പോൾ നിങ്ങൾ അറിയുക. അങ്ങനെ ഒരുവൻ്റെ മേൽ ഭയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിസ്മരിച്ചുകൂടാത്ത
നാം മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടി ഞാൻ ഇതുമായിട്ട് ചേർത്ത് നിങ്ങളെ പഠിപ്പിക്കുക. മനുഷ്യ ശരീരത്തിന് സ്വതമേ തന്നെ ഭയമായി മാറാനുള്ള അല്ലെങ്കിൽ ഭയം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരു ഉദാഹരണം പറയാം. പെട്ടെന്ന് നിങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയുടെ ഒരു ഭാഗം എത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ തെങ്ങിൻ തടി ഇട്ടിരിക്കുന്ന ഒരു പാലം നിങ്ങൾ കണ്ടു. ഒരു ആഴമുള്ളിയ കനാലാണ്. കനാലിന് മുറിച്ചു കടക്കുവാൻ ഒരു ചെറിയ തടിപ്പാലം മാത്രമേ ഉള്ളൂ. നിങ്ങൾ മെല്ലെ അതിനകത്ത് കാല് വെച്ചു മുന്നോട്ട് നടന്നു. ഏതാണ്ട് അതിൻ്റെ തീരത്തോട് അല്ലെങ്കിൽ മറുകരയോട് എത്താറായ സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ കാൽ വഴുതുന്നത് പോലെ തോന്നി. പൊടുന്നനവേ നിങ്ങൾക്കൊരു ഭയം ഉണ്ടായി. ഒരൊറ്റ മിനിറ്റിൽ ഒരു അസാമാന്യമായ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് വരികയും നിങ്ങൾ ആ പാലത്തിൽ നിന്ന് കുതിച്ചു ചാടി അക്കരെ ചാടുകയും ചെയ്തു. ഇത് ശരീരം സ്വതമേ നമ്മളെ രക്ഷപ്പെടുത്താൻ, നമ്മെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ഭയത്തിൻ്റെ അനുഗ്രഹമാണ്. ഭയത്തിന് ദണ്ഡനങ്ങളും പീഡനങ്ങളും ഉള്ളതുപോലെ തന്നെ ഭയത്തിന് അനുഗ്രഹമുണ്ട്. ഭയത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സാഹചര്യങ്ങളിലാണ്. പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൂടെ ഒരു പ്രാണി ഇഴഞ്ഞു വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നി. നിങ്ങൾ പെട്ടെന്ന് കുടഞ്ഞെറിഞ്ഞു കളഞ്ഞു. ഇത് ഭയത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഒരു തീക്കനൽ വന്നു വീണു. നിങ്ങളിത് തീ പിടിക്കുമെന്ന് നോക്കിയിരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ കുടഞ്ഞു കളഞ്ഞു. ഇതൊക്കെ ഭയത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന വീഴ്ചകളിൽ നിന്നുമൊക്കെ നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ തലച്ചോറിനകത്ത് പ്രവർത്തിക്കുന്ന ചില ഗ്ലാൻഡുകൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു അല്ലെങ്കിൽ ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇത്തരത്തിലുള്ള ഭയത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായൊരു മേഖല കിടക്കുന്നത്. അപ്പോൾ ഈ ഞെട്ടുന്നതും ഈ കുടഞ്ഞു കളയുന്നതും ഈ കുതറി മാറുന്നതും ഒക്കെ ആയ ഭയം മനുഷ്യൻ്റെ സ്വമേധയാ ഉള്ള അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടി ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാകുക കൊണ്ട് തന്നെ അവയോട് വളരെ ചേർന്നായിരിക്കും ഈ ഭയത്തിൻ്റെ ദുരാത്മാക്കൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കും, പേടിയില്ലാത്ത ആരാ ഉള്ളത്? ആരാ ഞെട്ടാത്തത്? ആരാ ഭയക്കാത്തത്? ആരാ കുതറി മാറാത്തത്? ആരാ വഴുതി മാറാത്തത്? ആരാ കുടഞ്ഞു കളയാത്തത്? അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമാണല്ലോ എന്നുള്ളൊരു ധാരണ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ ധാരണയെ മുതലെടുത്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ ഭയത്തിൻ്റെ ദുരാത്മാക്കൾ തങ്ങളുടെ കൂടുകളെയും കോട്ടകളെയും കെട്ടുന്നത് എന്ന കാര്യം കൂടി ഈ തരുണത്തിൽ ഓർക്കുക. അങ്ങനെ മനുഷ്യ ശരീരത്തിനകത്ത് സ്വമേധയാ അപകടങ്ങളിൽ നിന്നും ആകുലത ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും ആശങ്കപ്പെടേണ്ട ചില സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒരു ഭയത്തിൻ്റെ പ്രവർത്തന തത്വം സജീവമാണ് എങ്കിൽ പോലും ആ പ്രവർത്തന തത്വത്തെ അല്ല വേദപുസ്തകം ഭയത്തിൻ്റെ ആത്മാവ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഭയത്തിൻ്റെ ദുരാത്മാവ് എന്ന് വിളിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബന്ധിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിയെ തടയുന്ന അസാധാരണമായ ഇരുട്ടിൻ്റെ ഒരു പ്രവർത്തന തത്വമാണ്, ദുരാത്മാവിൻ്റെ പ്രവർത്തന തത്വമാണ് ഇവിടെ ഭയത്തിൻ്റെ ദുരാത്മാവ് എന്ന വാക്കുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ആ ഭയത്തിൻ്റെ ദുരാത്മാവ് എന്ന വെളിപ്പാടിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നിന്ന് ചില തെളിവുകൾ നിങ്ങളുടെ അടുക്കിലേക്ക് വെക്കുകയാണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് തിരുവെഴുത്തിലൂടെ ലേഖനത്തിലൂടെ എഴുതി സംസാരിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: തിമോത്തിയോസേ, നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്, നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പോൾ അതിനർത്ഥം അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ധൈര്യം തരാത്ത, ഭീരുത്വം തരുന്ന, ഭയമുളവാക്കുന്ന ഒരാത്മ സംവിധാനം ഉണ്ട് എന്ന് പൗലോസ് ഇവിടെ തെളിയിക്കുകയാണ്. മറിച്ച് നമ്മെ ഭയപ്പെടുത്തുകയും ഭീരുത്വത്തിലാക്കുകയും നമ്മെ ഭരിക്കുകയും ചെയ്യുന്ന ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് ശക്തിയും സ്നേഹവും സുബോധവും നൽകുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ 2 കമ്പാരിസനകത്ത് അല്ലെങ്കിൽ ഈ 2 ആത്മമണ്ഡലങ്ങളെ കുറിച്ചുള്ള
സംഭാഷണത്തിനകത്ത് നിന്ന് നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്നു. ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ അകത്ത് കയറി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഒരുവനെ സ്നേഹത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും വളർച്ചയിൽ നിന്നും പുറകിലോട്ട് വലിക്കുന്നതിനും അവനെ നിരന്തരം പീഡിപ്പിക്കുന്നതിനും അവനെ നിരന്തരം ഭയത്തിൽ ആഴ്ത്തിക്കളയുന്നതിനും വേണ്ടി ഭയത്തിൻ്റെ ദുരാത്മാക്കൾക്കും ഒരുവൻ്റെ ഉള്ളിൽ കയറി പ്രവേശിക്കുവാനുള്ള അനുവാദമുണ്ട്, അവകാശമുണ്ട്. അവൻ അങ്ങനെ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ അറിയുക. ഒരുവൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ദുരാത്മാക്കളായിരിക്കുന്ന ഭയത്തിൻ്റെ ആത്മാക്കൾ പ്രവേശിക്കുകയും ഓരോ ശരീരഭാഗങ്ങളിൽ കോട്ടകൾ കെട്ടി നമ്മുടെ ദേഹിയെയും ശരീരത്തെയും നിയന്ത്രിക്കുകയും ചെയ്യും. ഇല്ലാത്ത പലതിനെയും അങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഈ ഭയം ഉണ്ടെന്ന് നമ്മെ തോന്നിപ്പിക്കും, നമ്മെ ധരിപ്പിക്കും, നമ്മെ വിശ്വസിപ്പിക്കും. സത്യത്തിൽ അവിടെ അതില്ല. ആ ഇരുട്ടിനകത്ത് മറഞ്ഞിരുന്ന് നിങ്ങളുടെ കഴുത്തിനെ ഞെക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദുർഭൂതം ഇല്ല എന്നുള്ളത് സത്യമാണ്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഇരുട്ട് മാറിപ്പോവും. പക്ഷേ ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു മുറിക്കകത്തോട്ട് നിങ്ങൾക്ക് കയറി പോകുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് നിന്റെ കഴുത്തിന് പിടിക്കാൻ വേണ്ടി ഒരു ഭൂതം മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന തോന്നലുകളെ, ചിന്തകളെ, ചിത്രങ്ങളെ, ഭാവനകളെ, സങ്കല്പങ്ങളെ ഒക്കെ ദുരാത്മാവായ ഭയം നമ്മിൽ കൊണ്ടുവരും. ഇങ്ങനെയാണ് ആ ദുരാത്മാവായ ഭയം നമ്മെ ഓരോരുത്തരുടെ മേലും ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും വളർച്ചയെയും പുറകിലോട്ട് വലിക്കാൻ ഈ പറയുന്ന അളവിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കോട്ടകൾ കെട്ടി ഭയത്തിൻ്റെ ദുരാത്മാക്കൾ വസിക്കുകയും അത്തരത്തിൽ അവർ ഭയത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പല തരത്തിലുള്ള ഭയങ്ങളാണ് പ്രധാനമായും മനുഷ്യ ശരീരത്തിലും മനുഷ്യദേഹിയിലൂടെ മനുഷ്യരുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ പറയാം, നൂറുകണക്കിനുണ്ട്. ഞാൻ പറയുന്നു, നമ്മൾ ഈ പറയുന്ന ഓരോ വീഡിയോകൾക്കകത്തും പഠിപ്പിക്കുവാൻ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സബ്ജക്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് ആഭിചാരത്തെക്കുറിച്ചോ മന്ത്രവാദത്തെക്കുറിച്ചോ ഒക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ മാസങ്ങളോളം പഠിപ്പിക്കുവാനുള്ള ദൈവിക രഹസ്യങ്ങളും നോട്ടുകളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഒരൊറ്റ വീഡിയോയിൽ ഒരു 30 മിനിറ്റിന് താഴെയുള്ള വീഡിയോയ്ക്കകത്ത് ഇതൊക്കെ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കഠിന ശ്രമമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ കണ്ടന്റഡ് ആയിട്ട് വളരെ 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 ചുരുക്കിയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മാത്രം ഈ തിരുവെഴുത്തുകളെ നിങ്ങൾ, ഈ ദൈവിക വചന ശുശ്രൂഷയെ നിങ്ങൾ കേൾക്കുക. പറയുന്ന ആശയങ്ങളെ അങ്ങനെ തന്നെ നിങ്ങൾ ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ പല തരത്തിലുള്ള ഭയങ്ങളുണ്ട്, നൂറുകണക്കിന് ഭയങ്ങളുണ്ട്. ഈ എല്ലാ ഭയങ്ങളെയും നമുക്കിപ്പോൾ വിശദീകരിക്കാൻ സാധ്യമില്ല. എന്നാൽ കഴിഞ്ഞ 10-17 വർഷങ്ങളായി എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിരിക്കുന്നതും വളരെ പ്രധാനമായി ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളതുമായ ചില പ്രധാനപ്പെട്ട ഭയത്തിൻ്റെ മേഖലകളെ മാത്രം ഞാൻ ഒന്ന് തൊടുകയാണ്. പ്രധാനമായിട്ട് ഉള്ള ഒരു ഭയം എന്ന് പറയുന്നത് ഇരുട്ടിനെയാണ്. ഇരുട്ടിനെ ഭയങ്കര പേടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അടയാളം കൂടിയാണത്. എൻ്റെ ഉള്ളിൽ ആഭിചാരമില്ല, മന്ത്രവാദമില്ല, ദുരാത്മാക്കളില്ല, എന്നിൽ പാപമില്ല, ഞാനിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെയാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോണം. ഇതിലേതെങ്കിലും നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമുണ്ട്, ഒരു ഡെലിവറൻസ് ശുശ്രൂഷ ആവശ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇരുട്ടിനെ ചൊല്ലിയുള്ള ഭയം. സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ഇവർ അതീവ ധൈര്യശാലികളാണ്. എന്തും ചെയ്യും, എവിടെയും പോകും, ഒറ്റയ്ക്ക് നടക്കും, എന്ത് കാര്യത്തിന് ഇവർക്ക് ധൈര്യം ഉണ്ടാകും. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, ഇരുട്ടായി തുടങ്ങിയാൽ ഇവരുടെ അകത്ത് അസാധാരണവും അകാരണവുമായ ഒരു ഭയം ജനിക്കും. രാത്രിയായ മുറ്റത്തിറങ്ങത്തില്ല, രാത്രിയായാൽ പുറത്തു പോകത്തില്ല, രാത്രിയായാൽ യാത്ര ചെയ്യാറില്ല, രാത്രിയായാൽ മുറിക്കകത്ത് ഇരുന്ന് ലൈറ്റ് ഓഫ് ആയാൽ, കറണ്ട് പോയാൽ ഒക്കെ ഇവർ ഭയക്കും. ഇരുട്ടിന് ഇവർക്ക് വലിയ പേടിയാണ്, വലിയ ഭയമാണ്. കാരണം ഇവരുടെ അകത്ത് ചില സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു. ഇരുട്ടാകുന്ന സമയത്ത് ഈ ഇരുട്ടിനകത്ത് നിന്ന് ആരൊക്കെയോ ഇവരെ ആക്രമിക്കാൻ വരുന്നു. ഇരുട്ടിനകത്ത് നിന്ന് ആരൊക്കെയോ ഇവരെ പിടിക്കാൻ കൈനീട്ടുന്നു. ഇരുട്ടിനകത്ത് നിന്ന് ആരൊക്കെയോ ഇവരുടെ കാതിനെ പിടിക്കുന്നു, കയ്യെ പിടിക്കുന്നു, പുറകിലൂടെ വന്ന് ഇവരെ അമർത്തുന്നു, ഞെരിക്കുന്നു, കഴുത്തിന് പിടിക്കുന്നു. ഇരുട്ട് വരുമ്പോൾ ആരൊക്കെയോ ഇവരുടെ കാലെ പിടിക്കുന്നു. ഇരുട്ട് വരുമ്പോൾ ആരോ ഇവരെ അടുക്കിലേക്ക് ഓടി വരുന്നു. ഇരുട്ട് വരുമ്പോൾ അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. അങ്ങനെ എവിടെ ഒരു ഇരുട്ട് ഇവർ ഫീൽ ചെയ്യുമോ, എവിടെ ഒരു ഇരുട്ടിൻ്റെ
ഇരുട്ടിൻ്റെ സാഹചര്യത്തെ ഇവർക്ക് കണ്ടുമുട്ടേണ്ടി വരുന്നു, ആ സമയത്ത് ഇവർ ഭയങ്കര രീതിയിൽ പേടിക്കും. ഭയാനകമായ ഭയം ഇവരുടെ ശരീരത്തിൽ വന്നു നിറയും. അത്തരത്തിൽ നിങ്ങൾക്കൊരനുഭവം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു മുറിയിൽ ഇങ്ങനെ സന്തോഷമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, പെട്ടെന്ന് അങ്ങ് കറണ്ട് പോയി, നിങ്ങളുടെ മുറിക്ക് തീരിട്ടുണ്ടായി, ആരുമില്ല, ഒറ്റയ്ക്ക, നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങളുടെ അകത്ത് ഭയത്തിൻ്റെ ഒരു ദുരാത്മാവുണ്ട്. നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. നിങ്ങളെ ഭയം തൻ്റെ പീഡിപ്പിക്കുന്ന, ദണ്ഡിപ്പിക്കുന്ന ആയുധത്തോടുകൂടി നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇരുട്ടിനെ ചൊല്ലിയുള്ള ഭയം. അതൊരു വലിയ സബ്ജക്റ്റാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇരുട്ടിനെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അത് ഇരുട്ടിൻ്റെ വലിയ സ്വാധീനം നിങ്ങളുടെ മേൽ വരുത്തിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മോചനം ആവശ്യമുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഏകാന്തതയാണ്. ഒറ്റയ്ക്കാകുക, ഒറ്റപ്പെടുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. ഏതിരുട്ടിലും ഞാൻ നടക്കും ബ്രദറെ, പക്ഷെ കൂടെ ഒരാൾ വേണം. എത്ര ഇരുട്ടാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും, പക്ഷെ കൂടെ ഒരാൾ വേണം. ഒന്നി പപ്പ വേണം, അല്ലെങ്കിൽ അമ്മ വേണം, അല്ലെങ്കിൽ സഹോദരൻ വേണം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും വേണം. അങ്ങനെ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോകാനും ധൈര്യമാണ്. എന്നാൽ ഒരാളും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയമാണ്. ഉദാഹരണത്തിന്, ഒറ്റയ്ക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഭയമാണ്, ഒറ്റയ്ക്കൊരു വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഭയമാണ്, ഒറ്റയ്ക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ പേടിയാണ്, ഒറ്റയ്ക്ക് പള്ളി പോകാൻ പേടിയാണ്, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ വരെ ഭയമാണ്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കത്തില്ല ഇങ്ങനെയുള്ള ചില ആൾക്കാർ. അവർ ചിന്തിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് ആരൊക്കെയോ അടുത്ത് വരുന്നുണ്ട് ബ്രദർ, എൻ്റെ അടുക്കിലേക്ക് ആരൊക്കെയോ വരുന്നത് എനിക്ക് തോന്നാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ അവയുടെ രൂപങ്ങൾ എൻ്റെ സങ്കല്പത്തിൽ, എൻ്റെ മനസ്സിൽ കാണാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇവരൊക്കെ എൻ്റെ അടുക്കിലേക്ക് വരും. ഒറ്റയ്ക്ക് വരുമ്പോൾ ഇവരുടെ പൾസ് റേറ്റ് കൂടും, ഇവർ വിയർക്കാൻ തുടങ്ങും, ഇവർ പരവശരാകും, ഇവർ നെർവസ് ആകാൻ തുടങ്ങും. ഒറ്റയ്ക്ക് ഒരു ജംഗ്ഷനിലൂടെ നടന്നു പോകാൻ ഇവരെ കൊണ്ട് ഒക്കത്തില്ല. ഒറ്റയ്ക്ക് ഒരു ബസ്സിനകത്ത് കയറാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് ഒരു കാര്യവും നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ കഴിയാതെ എപ്പോഴും ആരുടെയെങ്കിലും സഹായം, ആരുടെയെങ്കിലും സാന്നിധ്യം നിങ്ങൾക്ക് ആവശ്യമായി വരുന്നെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക, നിങ്ങളുടെ അകത്ത് ഒരു വലിയ ഭയമുണ്ട്. ആ ഭയത്തിൽ നിന്നും, അതിൻ്റെ ദണ്ഡനത്തിൽ നിന്നും, അതിൻ്റെ പീഡനങ്ങളിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് അപകടങ്ങളെക്കുറിച്ചുള്ള ഭയം. നിങ്ങൾക്ക് എപ്പോഴും ഒരു അപകടത്തെക്കുറിച്ചുള്ള ഭയമുണ്ട്. അടുക്കളയിൽ കയറി കത്തി എടുത്തുടനെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഭയം നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്, കത്തി താഴെ പോയി, ഇത് ഉപയോഗിച്ചാൽ കൈ മുറിയും. ഭയം നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് തന്നെ, ഭയം ഓൾറെഡി കൈ മുറിയണം എന്ന് നിങ്ങളോട് സംസാരിച്ചത് കൊണ്ട് നിങ്ങൾ കത്തി ഉപയോഗിക്കുമ്പോൾ കൈ മുറിയുന്നു. നിങ്ങൾ ആ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യുമ്പോൾ ഭയമാണ്, ഇത് പൊട്ടിത്തെറിക്കുമോ, ഇത് എൻ്റെ ദേഹത്ത് തീ പിടിക്കുമോ, എൻ്റെ മുഖം പൊള്ളിപ്പോകുമോ. ഗ്യാസ് കത്തിക്കാൻ ഭയമാണ്, ഒരു സ്വിച്ച് ഇടാൻ ഭയമാണ്, ഒരു സോക്കറ്റിനകത്തേക്ക് ഒരു പ്ലഗ് പോയിന്റ് എടുത്ത് കണക്ട് ചെയ്യാൻ ഭയമാണ്, ചാർജർ കണക്ട് ചെയ്യാൻ ഭയമാണ്, കറണ്ട് അടിച്ചാലോ, ഇലക്ട്രിസിറ്റിയെ ഭയങ്കര ഭയമാണ്, അപകടങ്ങളെ ഭയങ്കര ഭയമാണ്. വാഹനം എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വണ്ടി ഇങ്ങനെ പോകുന്നു, പെട്ടെന്ന് എൻ്റെ മേലെ ഒരു പാണ്ടി ലോറി വരുന്നു, ഇടിക്കുന്നു, ഞാൻ മരിക്കുന്നു, എൻ്റെ തലയൊട്ടി പൊട്ടുന്നു. ഭയം എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളും തെറ്റായ ഭാവനകളുമാണ് നിങ്ങളുടെ ഓരോരുത്തരെയും മനസ്സിനകത്ത് ഇട്ട് തരുന്നതെന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാകും നിങ്ങളുടെ അകത്ത് ഭയമുണ്ടെന്ന്. ടൂ വീലർ എടുക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത്, ഇന്ന് എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആവും, എൻ്റെ ടയർ പൊട്ടിപ്പോകും, എൻ്റെ കൺട്രോൾ വിട്ട് ഞാൻ മറിഞ്ഞു വീഴും, എൻ്റെ ദേഹമാസകലം ഉരയും, എൻ്റെ കാല് ഫ്രാക്ചർ ആകും, എൻ്റെ കൈയുടെ എല്ല് പൊട്ടും, എൻ്റെ തലയോട്ട് പൊട്ടും. കാറിനകത്ത് കയറി കാർ ഓൺ ചെയ്ത് സീൽ ബെൽറ്റ് ഇട്ട് റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ മൊമെന്റിൽ തന്നെ വണ്ടി അവിടെ ഉരയുമല്ലോ, അവിടെ ഇടിക്കുമല്ലോ, ഇത് തകരുമല്ലോ, അയ്യോ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നിയന്ത്രണം വിട്ട് എൻ്റെ നേരെ ഇടിക്കും. അപകടങ്ങളെക്കുറിച്ചുള്ള ഭയമാണ്, എപ്പോഴും അപകടങ്ങളെക്കുറിച്ചുള്ള ഭയം. എന്ത് കാര്യം ചെയ്താലും അപകടങ്ങളെക്കുറിച്ചുള്ള ഭയം, എന്തിലേർപ്പെട്ടാലും അപകടങ്ങളെക്കുറിച്ചുള്ള ഭയം. കത്തിയെടുക്കാൻ പറ്റില്ല, ഗ്യാസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഇലക്ട്രിസിറ്റി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, വാഹനങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഉയർന്ന ഒരു മതിലിൻ്റെ മുകളിൽ പോലും കയറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, കഴിയുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കൊന്ന് നടന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട്, അയ്യോ ഞാൻ വീഴും, ഇപ്പോൾ വീഴും, എന്നെ ആരോ പുറകിൽ നിന്ന് തള്ളിയിടും, ഞാൻ വീണ് മരിച്ചു പോകും. ഭയമാണ്, അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം. അങ്ങനെ ഇത്തരത്തിലുള്ള ഭയം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. ആ ഭയം നിങ്ങളെ ഇപ്പോൾ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് മരണഭയം.
ഇതില്ലാത്ത ആരുമില്ല. മരണഭയം. എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുന്നത് ജീവപര്യന്തം മരണഭയത്തിലായിരുന്ന നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് തൻ്റെ മരണം എടുത്തത്. അതുകൊണ്ട് മരണത്തെ പേടിക്കേണ്ടെന്ന് തിരുവെടുത്ത് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും നമ്മൾ മരിച്ചുപോയ എൻ്റെ മക്കളുടെ കാര്യം ആര് നോക്കും? എൻ്റെ ഭാര്യയുടെ കാര്യം ആര് നോക്കും? എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ആര് നോക്കും? എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ആര് നോക്കും? എൻ്റെ കമ്പനിയിലെ കാര്യങ്ങൾ ആര് നോക്കും? അങ്ങനെ നൂറുകണക്കിലുള്ള ആശങ്കകൾ കൊണ്ട് മരണഭയം നമ്മെ പിന്തുടരുകയാണ്. എവിടെ പോയാലും മരിച്ചു പോകുമോ എന്നുള്ള ഭയം. വെള്ളം കുടിച്ചാൽ അയ്യോ ഇതിനകത്ത് വിഷം ഉണ്ടായിരുന്നു, ഞാൻ മരിച്ചു പോകുമെന്ന ഭയം. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ഈ ഹോട്ടൽ ഭക്ഷണം എന്നെ കൊല്ലുമോ എന്നുള്ള ഭയം. ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് അയ്യോ ട്രെയിനിൻ്റെ ശബ്ദം വളരെ ദൂരെ നിന്ന് കേട്ടാൽ മതി, അപ്പോഴേ ഭയം തുടങ്ങുകയാണ്. എന്നെ അത് വന്നിടിച്ചാലോ, ഞാൻ മരിച്ചു പോയാലോ. എന്ത് കാര്യം ചെയ്യുമ്പോഴും മരണഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ മരണഭയം നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ അറിയുക. മറ്റൊരു പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാറ്റഗറിയാണ് കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകളെ കുറിച്ചുള്ള ഭയം. അപ്പന് ഒരു വലിയ ഭയമുണ്ട്, എൻ്റെ മക്കൾ എന്നെ വിട്ടിട്ട് പോകുമോ, പേടിയാ. അമ്മയ്ക്കൊരു വലിയ ഭയമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ. ഭർത്താവിന് മറ്റൊരു ഭയമുണ്ട്, എൻ്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോകുമോ. മക്കൾക്കൊരു വലിയ ഭയമുണ്ട്, എൻ്റെ അപ്പനും അമ്മയ്ക്കും വല്ലതും സംഭവിച്ചവർ മരിച്ചു പോകുമോ. അങ്ങനെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിനകത്ത് ഇവരിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ, ഇവരിൽ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകുമോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുമോ, എൻ്റെ കുടുംബത്തിൽ വല്ലതും സംഭവിക്കുമോ, എൻ്റെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെടുമോ, എൻ്റെ കുഞ്ഞുങ്ങൾ ഒളിച്ചോടി പോകുമോ, എൻ്റെ കുഞ്ഞുങ്ങൾ പ്രണയബന്ധത്തിൽ അകപ്പെടുമോ എന്നിങ്ങനെ തുടങ്ങി മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്കും, മാതാപിതാക്കളെക്കുറിച്ച് മക്കൾക്കും, ഭാര്യയെക്കുറിച്ച് ഭർത്താവിനും, ഭർത്താവിനെക്കുറിച്ച് ഭാര്യയ്ക്കും ഉണ്ടാകുന്ന ഒരു തരം വല്ലാത്ത ഭയമുണ്ട്. തകരുമോ എന്നുള്ള ഭയം, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. അങ്ങനെ ഒരു ഭയം നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ആ ഭയത്തിൻ്റെ പീഡനങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കും. ഭർത്താവ് കൈവിട്ട് പോകാതിരിക്കാൻ ഭാര്യ കൂടുതൽ പൊസസീവ് ആവും. ഭാര്യ കൈവിട്ട് പോകാതിരിക്കാൻ ഭർത്താവ് കൂടുതൽ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ മാതാപിതാക്കൾ അവരുടെ മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വെക്കും. ഇങ്ങനെ വെക്കുന്ന അഡീഷണലായിട്ടുള്ള നിയന്ത്രണങ്ങളെ, അഡീഷണലായിട്ടുള്ള കമാൻഡ്സുകളെ ആ ബന്ധത്തിൻ്റെ സുദൃഢമത്തെയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയും ഭംഗിയെയും ഹനിക്കുന്നതായി മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കുടുംബങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾക്ക് മറ്റാരെങ്കിലും ഇത് പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഇത്തരത്തിലുള്ള ഭയങ്ങൾ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആ ഭയങ്ങളെ നിങ്ങളിൽ നിന്ന് പുറം തള്ളിക്കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഭയക്കുന്നത് തന്നെ സംഭവിക്കും. സദൃശ്യവാക്യങ്ങളിലും സങ്കീർത്തനങ്ങളും എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ ഭയപ്പെടുന്നത് തന്നെ, ഞാൻ ആകുലപ്പെടുന്നത് തന്നെ എനിക്ക് സംഭവിച്ചുവല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുമാറ് ഭയം അതിൻ്റെ പ്രവൃത്തിയെ എക്സിക്യൂട്ട് ചെയ്യാൻ കാരണമായി മാറിയാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഭയങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആറാമത്തെ കാറ്റഗറിയാണ് രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം. എൻ്റെ കർത്താവേ, ഇത് ഞാൻ ധാരാളം തവണ ഡീൽ ചെയ്തിട്ടുണ്ട്. ഒരു രോഗവും ഇല്ലാത്ത മനുഷ്യനാണ്, ഒരു പ്രശ്നമില്ലാത്ത ശരീരമാണ്. പക്ഷേ വെറുതെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇവിടെ ഒരു വേദന വന്നു. ഈ മനുഷ്യരങ്ങ് ഭയമാണ്. ഇത് മൈഗ്രെയിൻ ആകാം. മൈഗ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ചികിത്സിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ മൈഗ്രെയിൻ വരുന്നത് എൻ്റെ തലച്ചോറിനകത്ത് വളരുന്ന ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്യാൻസറാണ്. അത് വെറും ക്യാൻസർ അല്ല, ബ്രെയിൻ ട്യൂമറാണ്. അത് ചികിത്സിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയൊട്ടി പൊളിക്കേണ്ടി വരും, ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. എൻ്റെ മക്കളുടെ കാര്യവും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ ആകെ അവതാളത്തിലാകും. രാവിലെ എഴുന്നേറ്റപ്പം വെറുതെ തലയിൽ ഒരു വേദന വന്നതാണ്. ആ ചിന്തകൾ കൊണ്ടെത്തിക്കുന്നത് താൻ മരിച്ച് ശവപ്പെട്ടിയിൽ കിടക്കുന്ന അത്രയും ദൈർഘ്യമുള്ള ഒരു വലിയ സങ്കല്പത്തിലേക്കും ഭാവനയിലേക്കുമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ഭയം നമ്മുടെ ഉള്ളിൽ ധാരാളം സങ്കല്പങ്ങളെ കൊണ്ടുവരും, ധാരാളം കഥ പറഞ്ഞു തരും, ധാരാളം ട്വിസ്റ്റുകളുള്ള, ക്ലൈമാക്സുകളുള്ള കഥകൾ ഉണ്ടാക്കാൻ ഈ ഭയത്തിൻ്റെ ഭൂതത്തിന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് നോക്കി അത് എത്ര നന്നായിട്ടാണ് ഈ കഥ ഉണ്ടാക്കിയെടുത്തതെന്ന് നമ്മുടെ മനസ്സിനകത്ത് കയറി ഇരുന്നുകൊണ്ട്. ഇതാണ് ഭയം, രോഗത്തെക്കുറിച്ചുള്ള ഭയം.
ഇനി അല്ല, ഒരു തലവേദന വന്നു എന്ന് ചിന്തിക്ക്. ആ തലവേദനയെ വിശ്വാസത്തോടുകൂടി രോഗസൗഖ്യത്തിൻ്റെ വചനം പറഞ്ഞ് പിടിച്ചടക്കി യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം സ്വീകരിക്കുന്നതിന് ബദലായി ആ രോഗത്തെ ഭയപ്പെട്ട് അതിൽ നിന്ന് വലിയ തീവ്രതയുള്ള രോഗങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭയം ആഗ്രഹിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ചിന്തകളും അത്തരത്തിലുള്ള ധാരണകളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് തന്ന് കൂടുതൽ കൂടുതൽ നമ്മെ രോഗത്തിൻ്റെ ബന്ധനത്തിലാഴ്ത്തുന്നു. അവിടെ വീട്ടിലൊരു ക്യാൻസർ വന്നാൽ മതി, അയൽവീട്ടത്തിലൊരു ക്യാൻസർ വന്നാൽ മതി, നമ്മൾ ക്യാൻസറിനെ കുറിച്ച് ഭയന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ഒരു പ്രഷർ കൊണ്ട്, ബ്ലഡ് പ്രഷർ കൂടി ഒന്ന് മരണപ്പെട്ടാൽ അപ്പം BP വേരിയേഷനുള്ള നമ്മുടെ ഉള്ളിൽ അന്നു മുതൽ ആദിയാണ്, അയ്യോ എൻ്റെയും തലച്ചോറ് പൊട്ടും, എനിക്കും ഹെമറേജ് വരും, ഞാനും പാരലൈസ്ഡ് ആകും, ഞാനും മരിച്ചു പോകും. ഭയത്തെക്കുറിച്ചുള്ള ഭയം. വെറുതെ വയറ്റിനകത്തൊരു ഉരുണ്ടുകൂടലും ഒരു ഗ്യാസും വന്നാൽ മതി, ഒരു ഈനോയോ ഒരു ഗ്യാസിൻ്റെ ഗുളിയോ കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ്. പക്ഷേ വയറ്റിനകത്ത് എന്തോ വലിയ മാരക രോഗമാണെന്ന് നിങ്ങൾക്ക് ഭയം തോന്നുകയാണ്. രാവിലെ എഴുന്നേറ്റ് കൈ ഒന്ന് നിവർത്തിയ സമയത്ത് നെഞ്ചിൻ്റെ ഭാഗത്തൊരു ചെറിയ വേദന, ചെറുതായി ഒന്ന് വിയർത്തു, അയ്യോ എനിക്ക് അറ്റാക്കാണെന്ന് ഭയമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെ വരാൻ സാധ്യതയുള്ള രോഗങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളുമൊക്കെ നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം രോഗത്താൽ പിടിക്കപ്പെടുമെന്ന്, നിങ്ങളുടെ ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ട് നിങ്ങൾ രോഗത്താൽ മരിക്കപ്പെടുമെന്നൊക്കെ നിങ്ങൾക്കൊരു മുൻവിധി, ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ഭയമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇത്തരത്തിൽ ഭയമുള്ള ആൾക്കാർ, അവർക്ക് ഒരു കുഴപ്പമില്ല, ഷുഗർ ഇപ്പോഴില്ല, ഡയബറ്റിക് അല്ല, പക്ഷെ അവർ ഷുഗർ കഴിക്കില്ല. കാരണം വന്നാലോ എന്ന ഭയം. ഇപ്പോൾ അവർക്ക് കൊളസ്ട്രോൾ ഒന്നുമില്ല, ജിമ്മിൽ പോകുന്നുണ്ട്, സൈക്കിൾ ഓട്ടുന്നുണ്ട്, രാവിലെ നടക്കാൻ പോകുന്നുണ്ട്, അസുഖങ്ങളൊന്നും ഇപ്പോഴവർക്കില്ല. എന്നാലും അവരൊരു വറുത്ത മീൻ കഴിക്കത്തില്ല. കാരണം കൊളസ്ട്രോൾ വരുമോ എന്ന ഭയം. ഇപ്പോൾ അവർക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല, പക്ഷേ അവർ കളറടങ്ങിയ ഭക്ഷണം കഴിക്കില്ല. അവർ എപ്പോഴും സസ്യവർഗ്ഗങ്ങളും ഒക്കെ നല്ലതാണ്, ഡയറ്റ് നല്ലതാണ്, നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ തുടർന്നു പോകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ അസുഖങ്ങൾ വരുമോ എന്ന ഭയത്തിൽ നിന്നാകരുത് എന്ന് മാത്രം. നിങ്ങളൊരു അസുഖത്തെ ഭയന്നിട്ടാണ് ഇവയൊക്കെ ഒഴിവാക്കുന്നതെങ്കിൽ ആ രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ അകത്തുണ്ട്. അത് സ്വതന്ത്രമാകണം, അത് വിടുവിക്കപ്പെടണം. അല്ല, എനിക്ക് ആരോഗ്യം കുറച്ച് മെച്ചപ്പെടേണ്ടതുണ്ട്, എൻ്റെ ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ടി ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്നുള്ള സ്വാതന്ത്ര്യത്തിലാണ് നിങ്ങൾ ഭക്ഷണങ്ങളെ ക്രമീകരിക്കുന്നതെങ്കിൽ അത് നല്ലതാണ്, ഗുഡ് എന്ന് ഞാൻ പറയുന്നു, കീപ് ഇറ്റ് അപ്പ്. എന്നാൽ രോഗങ്ങളെ ഭയന്നിട്ടാണ്, നിങ്ങൾക്ക് സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയക്കുന്ന ഏതൊക്കെയോ രോഗങ്ങളെ പേടിച്ചിട്ടാണ് നിങ്ങളുടെ ഭക്ഷണക്രമത്തെ ക്രമീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അകത്തെ ഭയത്തെയാണ് ആദ്യം പരിഹരിക്കേണ്ടത് എന്ന് അറിയുക. 7ാമത്തെ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുമോ എന്നുള്ള ഭയമാണ്. എന്ത് കാര്യം ചെയ്താലും ഇവരാദ്യം ചിന്തിക്കുന്നത് ലോസിനെ കുറിച്ചാണ്. അല്ല ബ്രദറെ, നമുക്കൊരു വണ്ടി എടുത്താലോ? ഓ വേണ്ട പാഷേ, അതങ്ങാൻ എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഇനി 10-15,000 രൂപ പണിയാ. വണ്ടി എടുക്കാന്നേ പറഞ്ഞുള്ളൂ, ഉടനെ അവർ പറയുന്നത് ഇടിച്ച് പൈസ നഷ്ടമാകുന്ന കാര്യമാണ്. ബ്രദറെ, നമുക്കൊരു S24 Ultra പുതിയ മോഡൽ സാംസങ്ങിൻ്റെ ഫോണാണ്, എടുത്താലോ? എന്തിനാ പാഷ, കയ്യിൽ നിന്ന് അങ്ങനെ വീണ് ഡിസ്പ്ലേ പൊട്ടിയാ 30,000 പോയി, എടുത്താലോ എന്നേ ചോദിച്ചുള്ളൂ. അതിന് മുമ്പേ പൊട്ടുന്നതാണ് ഇവർ പറയുന്നത്. അയ്യോ, ഞാൻ പ്രവാചകനാണ്, ഞാൻ ചിലരോടൊക്കെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കോഴ്സിന് ചേർന്നാലോ? അയ്യോ എന്തിന്, അത് പഠിച്ചിറങ്ങിയിട്ട് വെറുതെ വീട്ടിലിരിക്കാനാണോ? ആ ബിസിനസ് തുടങ്ങിയാലോ? അയ്യോ വേണ്ട, എന്തിന് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരാനാണോ? ആ സാധനം മേടിച്ചാൽ അയ്യോ അത് ഗുണമില്ലാതെ വീട്ടിനകത്ത് തുരുമ്പെടുത്ത് പോകാൻ. അപ്പോൾ നഷ്ടങ്ങളെയാണ് ഇവർ ഭയക്കുന്നത്. ഒരു വസ്തുവിലൂടെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു വാഹനം എടുത്താൽ ഉണ്ടാകുന്ന, ഒരു വാഹനം എടുക്കാം, നമുക്ക് ധാരാളമായി യാത്ര ചെയ്യാമല്ലോ എന്ന് പറയുന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഇവരുടെ ഉള്ളിൽ വരില്ല. ഒരു ബിസിനസ് തുടങ്ങാം, അതെ നമുക്ക് ലാഭമുണ്ടാകുമല്ലോ, നല്ല ജോലി കിട്ടുമല്ലോ, നന്നായി ഉപയോഗിക്കാമല്ലോ, നമുക്ക് സൗകര്യങ്ങൾ അത് പ്രദാനം ചെയ്യുമല്ലോ എന്നുള്ള നല്ല ചിന്തകൾ ഉണ്ടാകുന്നതിന് പകരം ആദ്യമേ തന്നെ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ അകത്ത് നഷ്ടങ്ങളെക്കുറിച്ചൊരു വലിയ ഭയമുണ്ട്. നിങ്ങൾ എന്തോ എടുത്താലും അത് നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും, അതിനകത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അതങ്ങനെ സംസാരിക്കുന്നത്. ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഭയം നിങ്ങളുടെ അകത്തുനിന്ന് മാറിയില്ല എങ്കിൽ പുതിയതൊന്നും തുടങ്ങാനോ, പുതിയതെന്തെങ്കിലും വാങ്ങാനോ, വാങ്ങിയത് ഉപയോഗിക്കാനോ, തുടങ്ങുന്നതിൽ നിന്ന് ലാഭമുണ്ടാക്കിയെടുക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ വാഗ്ദത്തം ഉണ്ടെങ്കിലും ഈ വാഗ്ദത്തത്തിനകത്തോട്ട് ഇറങ്ങാൻ നിങ്ങളെ അനുവദിക്കാതെ ഭയം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പിടിച്ചടക്കുന്നു. 8ാമത്തെ കാറ്റഗറിയാണ് പരാജയഭീതി. എത്ര നല്ല കുട്ടിയാണ്, നന്നായി പഠിക്കുമെങ്കിലും പരീക്ഷ എഴുതാൻ പേടിയാണ്. എന്താ പേടി? ഞാൻ തോറ്റുപോകുന്ന ഭയം.
ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടിയാ. എന്താ പേടി? എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഭയം. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പേടിയാണ്, കാരണം അത് ചെയ്ത് തീർക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള വലിയൊരു ഭയം അവരുടെ ഹൃദയത്തെ ഭരിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോഴും അവരുടെ ആദ്യത്തെ ആശങ്ക എൻ്റെ വിവാഹ ജീവിതം തോറ്റുപോകുമെന്നുള്ള ഭയമാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ആദ്യത്തെ ആശങ്ക എൻ്റെ കുഞ്ഞ് മരിച്ചു പോകുമോ എന്ന ഭയമാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ തന്നെ ഇവരുടെ വലിയ ഭയം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുമോ എന്നുള്ളത്. അങ്ങനെ മക്കളെ ചൊല്ലി, കുടുംബത്തെ ചൊല്ലി, വസ്തുവകകളെ ചൊല്ലി സ്വയമായി തന്നെ തോറ്റുപോകുമോ, പരാജയപ്പെട്ടു പോകുമോ, ഞാനൊരു ഫെയിലിയർ ആയി പോകുമോ എന്നുള്ള ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഭയം അവകാശപ്പെടുത്തുന്നു, ഭയം നിയന്ത്രിക്കുന്നു. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിങ്ങളുടെ വളർച്ചകൾക്ക് വലിയ തടസ്സമാണ്. ആ ഭയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. 9ാമത്തെ കാറ്റഗറിയാണ് മന്ത്രവാദങ്ങളെക്കുറിച്ചുള്ള ഭയം. നിങ്ങൾക്ക് ആരും മന്ത്രവാദം ചെയ്യുന്നില്ല, നിങ്ങൾക്കെതിരെ ആരും ഒരു ദോഷവും ചെയ്യുന്നില്ല, നിങ്ങളെക്കുറിച്ച് ആരും ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ അങ്ങ് തോന്നുകയാണ്, എനിക്കാരോ എന്തോ ചെയ്തിട്ടുണ്ട്, എനിക്കാരോ കൈവിഷം വെച്ചിട്ടുണ്ട്, എനിക്കാരോ മന്ത്രവാദം തന്നിട്ടുണ്ട്, എനിക്കാരോ ആഭിചാരം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ദൈവത്തെക്കാളുപരി നിങ്ങൾ അത്തരത്തിലുള്ള ഇരുട്ടിൻ്റെ ശക്തികളെ വല്ലാതെ ഭയക്കുന്നു. അങ്ങനെയുള്ളവർ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആരും നിങ്ങൾക്കെതിരെ ആഭിചാരം നടത്തിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ അടുക്കിലേക്ക് ദുരാത്മാക്കളെ അസൈൻമെന്റോടുകൂടി അയച്ചിട്ടില്ല എങ്കിൽ പോലും അകാരണമായി നിങ്ങൾ ആ ദുരാത്മാക്കളെയും തകർച്ചകളെയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതുതന്നെ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് നിങ്ങളിലേക്ക് കയറി വന്ന് പ്രവേശിക്കാനുള്ളൊരു വാതിലാകുന്നു. അതുകൊണ്ട് ആ വാതിൽ തുറന്നു കൊടുക്കാതിരിക്കുക. 8ാമത്തെ കാറ്റഗറി ആയിരുന്നു പരാജയഭീതം. 9 മന്ത്രവാദങ്ങളെക്കുറിച്ചുള്ള ഭയം. അടുത്തൊന്ന് 10ാമത്തെ കാറ്റഗറിയാണ് ദുരാത്മാക്കളെ ഭയമാണ്. എപ്പോഴും ഭൂതങ്ങളെ പേടിയാണ്. അവിടെ ഒരു ഭൂതമുണ്ട്, മരിച്ചവർ ഇങ്ങനെ വരും, മരിച്ചവർ അവിടെ വരും, ജനലിൻ്റെ പുറത്ത് വന്ന് ആരോ നിൽക്കുന്നു, ഭയമാണ്. രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപക്ഷെ ടോയ്ലറ്റിൽ പോലും ഒറ്റയ്ക്ക് പോകുന്നത് വളരെ വിരളമാണ്. കാരണം ഇവർക്ക് അതിനകത്ത് കയറിയാൽ ഭയമാണ്. ഇതിനകത്ത് നിന്ന് ആരോ വരുന്നുണ്ട്, വെന്റിലേഷനിലൂടെ ആരോ എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ പുറകിൽ ആരോ നിപ്പുണ്ട്, ദുരാത്മാക്കൾ എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്, ഭൂതങ്ങളുണ്ട്, മരിച്ചുപോയവരുണ്ട്, പ്രേതാത്മാക്കൾ എനിക്ക് ചുറ്റും നിൽപ്പുണ്ട്, ഇവരൊക്കെ എന്നെ പേടിപ്പിക്കും, ഇവരൊക്കെ എന്നെ പിടിക്കും, ഇവരൊക്കെ എൻ്റെ അകത്തോട്ട് ഇടിച്ചു കയറും, എൻ്റെ മേൽ ഇവർ പ്രവേശിക്കും എന്നുള്ളൊരു വലിയ ദുരാത്മാക്കളെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആ ഭയത്തിൽ നിന്ന് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകണം, വിടുവിക്കപ്പെടണം, പുറത്തു വരണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മറ്റു 11ാമത്തെ ഒരു കാറ്റഗറിയാണ് ഉയരം അല്ലെങ്കിൽ ആഴങ്ങളെ കുറിച്ചുള്ള ഭയം. നിങ്ങൾക്ക് ഒരു 15 നിലയുള്ള ഫ്ലാറ്റിന്റെ മുകളിലോട്ട് കയറാനും പേടിയാ. നിങ്ങൾക്ക് 10-20 അടി താഴ്ചയുള്ള ഒരു കിണറ്റിനകത്തോട്ട് ഇറങ്ങാനും പേടിയാണ്. ഉയരവും പേടിയാണ്, ആഴവും പേടിയാണ്. സൈക്യാട്രിയിൽ ഇതിനെ ഫോബിയാസ് എന്ന് വിളിക്കുന്നു. പക്ഷേ എല്ലാ ഫോബിയകളും മനുഷ്യ ശരീരത്തിൽ നിന്നുണ്ടായി വരുന്ന പ്രതിരോധ മാർഗങ്ങളല്ല എന്നറിയുക. പല ഫോബിയകൾക്കും പുറകിൽ ഇരുട്ടിൻ്റെ ശക്തമായ സ്വാധീനവും ഇരുട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയായ ഫിയേഴ്സ്, ഭയത്തിൻ്റെ ദുരാത്മാക്കളുണ്ട് എന്നും നിങ്ങൾ അറിയാം. അത്തരത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഭയങ്ങളുണ്ടെങ്കിൽ, നിങ്ങളെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഭയത്തിൻ്റെ കോട്ടകളുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം കൂടി ഞാൻ പറയുന്നു. ധാരാളം ഭാഗങ്ങളുണ്ട്, പക്ഷേ എല്ലാം പറയാൻ കഴിയില്ല. പക്ഷേ 2 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് ചെറു പ്രാണികളെ ഭയമാണ്. നിങ്ങൾ എത്ര വലിയ മനുഷ്യന് 6 അടി ഉയരമുണ്ട്, മതിയായ ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, കീഴ്പ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. ഒരു പാറ്റ നിങ്ങളെ വിഴുങ്ങാൻ പര്യാപ്തമായ കഴിവുള്ളൊരു ജീവിയാണോ? ഒരിക്കലുമല്ല. ഒരു പല്ലി നിങ്ങളെ വിഴുങ്ങാൻ പര്യാപ്തമായ ഒരു ജീവിയാണോ? ഒരിക്കലുമല്ല. ഒരു വിട്ടിൽ നിങ്ങളെ വിഴുങ്ങാൻ പര്യാപ്തമായ ഒരു പ്രാണിയാണ്? അല്ല. ഒരു അട്ട, ഒരു പുഴു, ഇവയൊക്കെ നിങ്ങളെ വിഴുങ്ങാൻ, നിങ്ങളെ നശിപ്പിക്കാൻ പര്യാപ്തമായ ഒരു ജീവിയാണ്? ഒരിക്കലുമല്ല. പക്ഷെ പാറ്റയെ കണ്ടാൽ പേടിക്കുന്ന ഭയം ഒരു സിംഹത്തെ കണ്ടാൽ പേടിക്കുന്നതിനും അപ്പുറമാണ്. ഒരു പഴുതാരയെ കണ്ടാൽ, ഒരു പുഴുവിനെ കണ്ടാൽ, ഒരു പല്ലിയെ കണ്ടാൽ ചില മനുഷ്യരുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം അതിതീവ്രമാണ്. കാരണം അവർക്ക് ഈ ചെറു പ്രാണികളെ കുറിച്ച് വലിയ ഭയമാണ്. ഇത്തരത്തിലുള്ള ഭയങ്ങളിൽ നിന്ന് ക്രിസ്തുയേശുവിൽ വന്നിരിക്കുന്ന നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പുരോഗതിയെ തടയാൻ ഇത്തരത്തിലുള്ള ഭയങ്ങൾ നിങ്ങളുടെ പുറകിലോട്ട് വലിക്കുമെന്ന് അറിയുക. മറ്റൊന്നാണ് പാമ്പിന് ഭയമാണ്. ഇത് വളരെ സെപ്പറേറ്റായി നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. തിയോളജിക്കലി
വേദശാസ്ത്രപരമായി ധാരാളം മേഖലകളിലൂടെ കടന്നു വരേണ്ട ഭാഗമാണെങ്കിൽ ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ വിടുന്നു. എപ്പോഴും നിങ്ങളുടെ അടുക്കിലേക്ക് പാമ്പ് വരുന്നു. പാമ്പിനെ കണ്ടാലും പേടിയാ, പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടാലും പേടിയാ. പാമ്പിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറി നിങ്ങളെ എപ്പോഴും ഭയത്തിലാക്കുന്നു. ഇതിൻ്റെ ഫലമായി നിങ്ങളിൽ സ്കിൻ ഡിസീസുകൾ ഉണ്ടാകുന്നു, അലർജികൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടമാകുന്നു. ഇതിൻ്റെ ഫലമായി കലശലായ വയറുവേദനകൾ ഉണ്ടാകുന്നു. അത് കർത്താവിൻ്റെ ഹിതമെങ്കിൽ, ദൈവം എന്നോട് പറയാൻ അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു വീഡിയോയിൽ സർപ്പത്തിൻ്റെ ശക്തികളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ഭയങ്ങൾ ഒരുവൻ്റെ അകത്ത് പ്രവേശിക്കാനും അവൻ്റെ അകത്ത് കൂടുകെട്ടി താമസിക്കാനും സാധ്യതയുണ്ട്. ഞാൻ മുമ്പിൽ പറഞ്ഞ ഇത്തരത്തിലുള്ള ഭയങ്ങൾ നിങ്ങളുടെ അകത്ത് എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിടുതൽ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് മോചനം ആവശ്യമുണ്ട് എന്ന് അറിയുക. ഇങ്ങനെ ഭയം ഒരുവൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അവനെ മാനസികമായും ശാരീരികമായും മരവിപ്പിക്കുന്ന, പാരലൈസ്ഡ് ആക്കി കളയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഞാനതിനെ ഒന്ന് വിശദീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ധാരാളം ഭയങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് ഞാൻ നിങ്ങളുടെ നടുവിൽ പറഞ്ഞല്ലോ. ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ ഭയം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ നിന്ന്, ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന നന്മകളിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന് ഈ ഭയം നിങ്ങളെ പുറകിലോട്ട് വലിച്ച് പാരലൈസ്ഡ് ആക്കി കളയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തം കുഞ്ഞ് നിന്റെ മേൽ കിടക്കുന്നത്, നിന്റെ കീഴിൽ 10 കമ്പനികൾ പ്രവർത്തിക്കും, നിന്റെ കയ്യിൽ ധാരാളം പണം വരും, നീ റോൾസ് റോയ്സിലും പോർഷയിലും ഒക്കെ നടക്കുമെന്നുള്ള വലിയൊരു പ്രോസ്പെരിറ്റിയുടെ ദൂതാണ്. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിന് പോലും പോയി നന്നായി പെർഫോം ചെയ്യാൻ കഴിയാത്ത നിന്നിൽ ആ വാഗ്ദത്തം നിവർത്തിക്കത്തില്ല. എന്താ കാരണം? വാക്ക് പറഞ്ഞ ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, വാഗ്ദത്തത്തിനകത്തോട്ട് കയറാൻ ഭയം നിന്നെ അനുവദിക്കുന്നില്ല. ആ ഭയത്തെ പുറത്താക്കാൻ നീ മനസ്സും കാണിക്കുന്നില്ല. അതുകൊണ്ട് ഡെലിവറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിക്ക് വളരെ അത്യാവശ്യമായൊരു കാര്യമാണെന്ന് അറിയുക. പുതിയതെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനോ, പുതിയതെന്തെങ്കിലും തീരുമാനിക്കുവാനോ, പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാനോ ഭയം നിങ്ങളെ അനുവദിക്കത്തില്ല. എന്നെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചൊരു സഹോദരൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ബ്രദറെ, ഈ ഡെലിവറൻസും ഈ കർസ് ബ്രേക്കിങ്ങും ഒക്കെ ശിശുക്കൾക്കല്ലേ ആവശ്യമുള്ളത്? വളർന്ന് ഉയർച്ച പ്രാപിച്ച 10 വർഷമായി സീനിയോറിറ്റി ഉള്ള പെന്തക്കോസുകാരനായി എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ചോദിച്ചു, അച്ചായൻ കേട്ട എല്ലാ വാഗ്ദത്തങ്ങളും നിവർത്തീകരിക്കപ്പെട്ടോ? അദ്ദേഹം ഒന്ന് ചിരിച്ചു. എന്താ അനീഷ് പാസ്റ്റർ അങ്ങനെ ചോദിക്കാൻ? ഞാൻ ചോദിച്ചു, അച്ചായനോട് ദൈവം പറഞ്ഞ എല്ലാ പ്രോമിസും അച്ചായൻ കയ്യിൽ തൊട്ടോ, അതിനെ അനുഭവിച്ചോ, അത് കൈവശമാക്കിയോ? ഓ ഇല്ല, വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തൻ, വാക്ക് മാറാത്തവൻ, അവൻ എനിക്ക് വേണ്ടി വാഗ്ദത്തം നിവർത്തിക്കും. ഞാൻ പറഞ്ഞു, നിവർത്തിക്കും എന്നത് സത്യം തന്നെയാണ്. ശരി, ദൈവം നിന്നോട് അമേരിക്കയിൽ കൊണ്ടുപോയി നിന്നെ ഉറപ്പിക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞു, കാനഡയിൽ കൊണ്ടുപോയി നിന്നെ ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നൊരു പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിരിക്കുന്ന നീ പാസ്പോർട്ട് എടുക്കാതെ വീട്ടിനകത്തിരിക്കുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ കയറുന്നത് എങ്ങനെയെന്ന് ആകുലപ്പെട്ട് പേടിച്ചിരിക്കുന്ന നീ എങ്ങനെ കാനഡയിൽ പോകാനാ, എങ്ങനെ അമേരിക്കയിൽ പോകാനാ? അപ്പോൾ ഇത് ശിശുക്കൾക്ക് വേണ്ടിയോ ബലഹീനർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ താഴേക്കിടയിൽ വിശ്വാസത്തിൽ വേരുറച്ചിട്ടില്ലാത്ത സീനിയോറിറ്റി ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതല്ല. നീ എത്ര സീനിയോറിറ്റി ഉള്ളവനാണെങ്കിലും ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിനകത്തോട്ട് കാല് വെക്കണമെങ്കിൽ നിന്റെ കാലിൽ കെട്ടിയിരിക്കുന്ന ചങ്ങല പൊട്ടിക്കണം. 3 തരം. അങ്ങനെ ബന്ധനങ്ങൾ നിങ്ങളെ വാഗ്ദത്തത്തിൽ നിന്ന് തടയുന്നുണ്ടെങ്കിൽ, അനുഗ്രഹങ്ങളിൽ തടയുന്നുണ്ടെങ്കിൽ, നിങ്ങളത് പൊട്ടിക്കണം. 3 തരം. അത് പൊട്ടാതെ നിങ്ങൾക്ക് അതിനകത്തോട്ട് കയറാൻ കഴിയുകയില്ല. കാരണം നിങ്ങളുടെ നന്മകളിൽ നിന്ന് ഇത് നിങ്ങളെ പാരലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഭയം ഇങ്ങനെ ഇരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഭയത്തിന് വലിയ ദണ്ഡനങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്. എല്ലാം എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമായി റിലേറ്റ് ചെയ്യപ്പെടുന്നതായ 1-2 ആശയങ്ങളെ ഒന്ന് വിശദീകരിച്ചിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഭയത്തിന് ഭയാനകമായ ചിന്തകളും ഭാവനകളുമുണ്ട്, ചിത്രങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. ഈ ചിത്രങ്ങളിലൂടെയും സങ്കല്പങ്ങളിലൂടെയും നിങ്ങളെ, ഈ ഭയത്തിൻ്റെ ദുരാത്മാവ് നിങ്ങളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സൊരിക്കലും സ്വസ്ഥമായ നല്ലത് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരില്ല. എപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു പിക്ചർ, നെഗറ്റീവായിട്ടുള്ളൊരു സങ്കല്പം, നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ്, എല്ലാത്തിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന, എല്ലാത്തിനോടും നെഗറ്റീവായി മാത്രം റെസ്പോണ്ട് ചെയ്യുന്ന, എല്ലാത്തിനോടും വളരെ നെഗറ്റീവായി മാത്രം കാര്യങ്ങളെ അബ്സോർബ് ചെയ്യുന്ന അളവിൽ ഒരു വലിയ ഭീകരമായ ഭയാനകമായ സങ്കല്പങ്ങൾ, ഭയത്തിൻ്റെ ദുരാത്മാക്കൾ നിങ്ങളുടെ അകത്ത് കുടിയേറിയിരുന്നു കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും, കഥ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. മറ്റൊന്ന്,
അപശബ്ദങ്ങൾ കേട്ടുക. രാത്രി കിടന്നിങ്ങനെ ഉറങ്ങുക, പക്ഷേ നിങ്ങളുടെ മുറിയിൽ ആരും കേൾക്കുന്നില്ല, നിങ്ങൾ മാത്രം ആ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നു. നിങ്ങളുടെ മുറിയിൽ ആരും അറിയുന്നില്ല, പക്ഷേ നിങ്ങൾ മാത്രം ആരോ നടക്കുന്നത് പോലെ കാണുന്നു, തോന്നുന്നു. ഇങ്ങനെ അപശബ്ദങ്ങൾ കാതിൽ കേൾപ്പിക്കുക, നിലവിളിക്കുന്ന ശബ്ദങ്ങൾ കേൾപ്പിക്കുക, ആരോ ഒച്ചത്തിൽ നിലവിളിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുക, ആരോ കാതിൽ വന്ന് പറയുന്നത് പോലെ അപശബ്ദങ്ങൾ കേൾക്കുക, നിങ്ങളുടെ കാതിനെയും നിങ്ങളുടെ ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭയത്തിൻ്റെ ശബ്ദങ്ങൾ നിങ്ങളുടെ കാതിൽ കേൾപ്പിക്കുക. ഇങ്ങനെ ഭയം നിങ്ങളെ ദണ്ഡിപ്പിക്കുകയാണ്, പീഡിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണിച്ചു തരികയാണ്. കിടന്നുറങ്ങുന്നു, ആരോ കഴുത്തിന് വന്ന് ഞെക്കിപ്പിടിക്കുന്നു, ശ്വാസം മുട്ടുന്നു, ഞെങ്ങുന്നു, നിങ്ങൾ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. രാത്രി കിടന്നുറങ്ങുമ്പോൾ പാമ്പ് നിങ്ങളെ കൊത്താൻ ഓടിക്കുന്നു, കാള നിങ്ങളെ കുത്താൻ ഓടിക്കുന്നു, വലിയ കൊക്കയിൽ നിങ്ങൾ മറിഞ്ഞു വീഴുന്നു. ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ധാരാളം ചിത്രങ്ങൾ, ചിന്തകൾ, സ്വപ്നങ്ങളൊക്കെ നിങ്ങളുടെ രാത്രികളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ മേൽ ഭയമുണ്ട്. ഭയത്തിൻ്റെ ദണ്ഡനങ്ങളും പീഡനങ്ങളുമാണ് ഈ പറയുന്ന സ്വപ്നങ്ങളിലൂടെയും അപശബ്ദങ്ങളിലൂടെയും സങ്കല്പങ്ങളിലൂടെയും ഒക്കെ നിങ്ങളുടെ മേൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നാണ് നേരിട്ടുള്ള ദുരാത്മാക്കളുടെ ആക്രമണം. അത് വളരെ റെയറായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷേ വളരെ വളരെ പവർഫുള്ളായി പിശാച് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ചിലരുടെ ശരീരങ്ങളെ തന്നെ നേരിട്ട് ദുരാത്മാക്കൾ അങ്ങ് സ്വാധീനിക്കും, ഭയം അങ്ങ് സ്വാധീനിക്കും. ഭയം അവരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ആരോ ലിറ്ററലി അവരെ എടുത്ത് ചുവരിൽ എറിയുന്നത് പോലെ അവർ ചുവരിൽ ചെന്ന് അടിച്ചിട്ട് താഴെ വീഴും. ലിറ്ററലി അവരെ കട്ടിലിൽ നിന്ന് എടുത്ത് താഴെ ഇടും. സത്യമായിട്ടും ഞാൻ കണ്ടിട്ടുള്ള കാര്യം അവൻ പറയാം. സത്യമായിട്ടും സന്തോഷത്തോടെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഞങ്ങൾ പോയി നോക്കുന്ന സമയത്ത് നല്ല കൂർക്കം വലിച്ചുറക്കമായിരിക്കും. തിരിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നേരെ ഒരു ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ബെഡിൽ നിന്ന് ആരോ എടുത്ത് താഴെ ഇട്ടതുപോലെ തറയിൽ കിടക്കും. എടുത്ത് ചുവരിലടിച്ചിട്ട് തലയൊക്കെ പൊട്ടി താഴെ വരും. ചിലപ്പോൾ ലിറ്ററലി അവർ ബോധം വന്ന് ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ അടുത്ത് വന്നാൽ അവരുടെ കഴുത്തിൽ നിന്ന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ, ശ്വാസത്തെ ഞെക്കി വെക്കുന്ന, കഴുത്തെ പിടിമുറുക്കിയിരിക്കുന്നത് പോലെ ഭയത്തിൻ്റെ ദുരാത്മാക്കൾക്ക് നേരിട്ടുള്ള ആക്രമണങ്ങളും ഉണ്ട് എന്ന് അറിയുക. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡെലിവറൻസ് മിനിസ്ട്രി ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ ശുശ്രൂഷ ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവിടെ നിർത്തട്ടെ. ധാരാളം ആൾക്കാർ ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ശുശ്രൂഷകളുടെ തിരക്കുകൾ കൊണ്ടും ധാരാളം സമയം വായിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളതുകൊണ്ടും കൂടുതൽ സമയം എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവിടാനുള്ളത് കൊണ്ടും എല്ലാ ഫോൺ കോളുകളും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ചിലരൊക്കെ ചോദിക്കുന്നത് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കത്തില്ലേ എന്നാണ്. ഞാൻ നിങ്ങളോടൊരു രസകരമായ കാര്യം ചോദിക്കാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാൻ വേണ്ടി ടോയ്ലറ്റിനകത്ത് പോയി. നിങ്ങൾ ടോയ്ലറ്റിൽ നിന്ന് പല്ലൊക്കെ തേച്ചിട്ട് മുഖം എല്ലാം കഴുകി നിങ്ങൾ പുറത്തോട്ടിറങ്ങിയ സമയത്ത് ടൈൽസിൽ ഇച്ചിരി വെള്ളം കിടന്നു. നിങ്ങൾ കാല് ചവിട്ടി ആ ടൈൽസിൽ കിടന്ന വെള്ളത്തിൽ തറയിൽ വീണു. നിങ്ങളുടെ കൈയുടെ ഷോൾഡർ ബോൾ ഊരിപ്പോയി. നിങ്ങളുടെ കൈ മുട്ട് ഊരിപ്പോയി. നിങ്ങളുടെ കാലൊന്ന് പെരണ്ടുപോയി, അല്ലെങ്കിൽ അത് പച്ച മലയാളത്തിൽ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ തിരിഞ്ഞുപോയി. നിങ്ങൾ ഉടനെ അറിയാവുന്ന ഒരു ഓർത്തോ ഡോക്ടറെ ഫോൺ വിളിച്ചിട്ട്, ഡോക്ടറെ എനിക്ക് ഫോണിലൂടെ എൻ്റെ കൈക്കുഴയൊന്ന് നേരെയാക്കി തരാമോ, എൻ്റെ കാലിൻ്റെ കുഴയൊന്ന് നേരെയാക്കി തരാമോ, എൻ്റെ കൈയുടെ കുഴ തെറ്റി ഒന്ന് ഫോണിൽ കൂടെ ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുമോ? ചോദിക്കില്ല. എന്താ കാരണം? നിങ്ങളുടെ ആവശ്യമാണ്. ഇത് പിടിച്ചിടണമെങ്കിൽ, ഇത് ശരിയാക്കണമെങ്കിൽ നിങ്ങൾ വാഹനമെടുത്ത് ഡോക്ടറുടെ അടുക്കിലേക്ക് ചെന്ന് കൺസൾട്ട് ചെയ്ത് OP ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്ത് ആ മനുഷ്യൻ നോക്കി എക്സ്റേ എടുത്ത് എങ്ങോട്ടാണ് ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ശ്രദ്ധയോടെ അതിനെ ലൊക്കേറ്റ് ചെയ്ത് ഒന്നുകിൽ ബാൻഡേജ്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ, ഇനി ഒന്നുമല്ലെങ്കിൽ ഓയിൻമെൻറ്റും മെഡിസിനും, അതൊക്കെ തീരുമാനിക്കുന്നത് ആ നേരിട്ടുള്ളൊരു കൺസൾട്ടിങ്ങിനാണ്. ഇങ്ങനെ നേരിട്ട് കേവലം നിങ്ങളുടെ കൈയുടെ കുഴയൊന്ന് തെറ്റിയാൽ ഒരു ഡോക്ടർക്ക് ഇത്രയും കാര്യങ്ങൾ നേരിട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ ആവശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ അകത്തുള്ളത്. അവയെ പരിഹരിക്കാൻ നേരിട്ടൊരു ദൈവദാസന്റെ അടുക്കിലേക്ക് വരുന്നതിന് പകരം ഫോണിലൂടെ പ്രാർത്ഥിച്ചാൽ അത് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യപ്പെടുക എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. നിങ്ങളുടെ ഡോക്ടറെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് പറയണം, ഡോക്ടറെ വീഡിയോ കോളിലൂടെ എൻ്റെ ഓപ്പറേഷൻ ചെയ്താലും, കാരണം ഫോണിലൂടെ ഇതെല്ലാം ചെയ്യാൻ കഴിയുമല്ലോ, ഫോണിലൂടെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വിടുതൽ തരാൻ കഴിയുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഫോൺ കോളിലൂടെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ അകത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആഴത്തിൽ കിടക്കുന്ന ബന്ധനങ്ങളെയും വിടുതലുകളൊക്കെ അഴിക്കാൻ കഴിയുമെന്ന്
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ വിളിച്ചിട്ട് പറയണം, ഡോക്ടറെ ഇതാ എൻ്റെ വീഡിയോ കോൾ ഞാൻ ഓൺ ആക്കിയിരിക്കുന്നു, ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്താലും എൻ്റെ വയറ്റിനകത്തെ ട്യൂമർ വീഡിയോ കോളിലൂടെ അങ്ങ് എടുത്തു കളഞ്ഞാലും, എൻ്റെ കൈയുടെ പ്രശ്നം വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ അങ്ങ് പരിഹരിച്ചാലും, നിങ്ങൾ എല്ലാ ഡോക്ടർമാരോടും പറയണം, ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ, ഫോണിലൂടെ എന്നെ ചികിത്സിക്കണം. ഏതെങ്കിലും ഡോക്ടർക്ക് ഫോണിലൂടെ നിങ്ങളെ ചികിത്സിക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവെങ്കിൽ ഫോണിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഡെലിവറൻസ് ചെയ്യാൻ കഴിയില്ല എന്നതും നിങ്ങൾ നന്നായി അറിയുക. ധാരാളം പേരുടെ യുക്തിക്ക് നിരക്കാത്ത ചോദ്യം കേട്ടുമടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പരാമർശിക്കേണ്ടി വന്നത്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, മെയ് മാസം 10-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന ഡെലിവറി ശുശ്രൂഷകൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക, കടന്നു വരിക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തിൻ്റെ ദണ്ഡനങ്ങളെയും ഭയത്തിൻ്റെ സ്വാധീനങ്ങളെയും കർത്താവ് അഴിക്കട്ടെ. അതിശക്തമായ വിടുതലുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സകല നന്മകളെയും വാഗ്ദത്തങ്ങളെയും തടയുന്നത് ഇത്തരത്തിലുള്ള ഭയത്തിൻ്റെ സ്വാധീനങ്ങളാണ്. ദൈവസഭ ഭയത്തിൽ ഇനി തുടരേണ്ട ആവശ്യമില്ല. ദൈവ മക്കൾ ഭയത്തിൽ തുടരേണ്ട ആവശ്യമില്ല. ഭയത്തിൻ്റെ നിയന്ത്രണത്തിനകത്തും ഭയത്തിൻ്റെ ബന്ധനത്തിനകത്തും ഭയത്തിൻ്റെ പീഡനങ്ങൾക്കകത്തും നിങ്ങൾ ആരും ഇനി തുടരേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി ഇതൊക്കെയും ക്രൂശിൽ വഹിച്ചതുകൊണ്ട് അവൻ്റെ ദിവ്യശക്തി ഇപ്പോഴും നമ്മെ വിടുവിക്കുവാൻ പ്രാപ്തരായി നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് കടന്നു വരിക. ആ വിടുതലുകളെ സ്വീകരിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ.